ഹായ് ദൃശ്യം 3 എന്ന സിനിമ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ എല്ലാ റെക്കോർഡുകളും ദൃശ്യം 3 മറികടക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. ആദ്യ ദിവസം തന്നെ സിനിമ പല റെക്കോർഡുകളും മറികടന്നു. ദൃശ്യം 3യുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ അത് എത്രത്തോളം ഉണ്ടാവും, അതുപോലെ തന്നെ ദൃശ്യം 3യുടെ രണ്ടാം ദിവസമായ ഇന്നത്തെ ബുക്കിംഗ് കളക്ഷൻ എത്രയാണ്, ദൃശ്യം 3 ഏതൊക്കെ റെക്കോർഡുകൾ മറികടന്നിട്ടുണ്ട്, ഇതെല്ലാം സംസാരിക്കുന്നതിന് മുൻപ് ഇന്നലെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഫാൻസ് ഇന്നലെ തിയേറ്ററുകളിൽ ദൃശ്യം 3യെ വലിയ ആഘോഷത്തോടെയാണ് വരവേറ്റത്. പാലക്കാട് വടക്കഞ്ചേരിയിലെ മോഹൻലാൽ ഫാൻസ് ദൃശ്യം 3 കളിക്കുന്ന തിയേറ്ററുകളിൽ ലഡ്ഡു വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് തിയേറ്ററിലേക്ക് വരുന്ന ഓരോരുത്തർക്കും അവര് മധുരം കൊടുത്താണ് അകത്തേക്ക് അയച്ചിരിക്കുന്നത്. സിനിമ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഇരട്ടി മധുരമാണ് ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസം ഉണ്ടായത്. അതായത് സിനിമ ഗംഭീരമാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മോഹൻലാൽ ഫാൻസിന് അഭിനന്ദനങ്ങൾ. ദൃശ്യം 3 ഫസ്റ്റ് ഡേ ഗംഭീര കളക്ഷൻ റെക്കോർഡാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഏതാണ് എന്നുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനായിട്ട് എമ്പുരാനാണ് 68 കോടിക്ക് മുകളിൽ നേടിയെടുത്തത്. തീർച്ചയായും എമ്പുരാൻ വലിയൊരു റിലീസായിരുന്നു. കേരളത്തിലും വലിയ ഷോ കൗണ്ട് എമ്പുരാൻ ഉണ്ടായിരുന്നു. ദൃശ്യം 3ക്ക് അത്രയും ഷോസ് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ദൃശ്യം 3 ഗംഭീര കളക്ഷനാണ് നേടിയെടുത്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫസ്റ്റ് ഡേ 50 കോടി മറികടക്കും എന്നുള്ളൊരു കാര്യം. കൃത്യമായിട്ടുള്ള ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിട്ടില്ല എങ്കിലും സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഫസ്റ്റ് ഡേ തന്നെ 56 കോടിക്ക് മുകളിൽ നേടിയെടുത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള കണക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഇതിലും മുകളിലേക്ക് പോയേക്കാം. ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഡേ മാത്രം സിനിമ 56 കോടിക്ക് മുകളിൽ നേടിയെടുത്തു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടിക്ക് മുകളിൽ നേടിയെടുക്കുന്ന രണ്ടാമത്തെ മലയാള സിനിമയായിട്ട് ദൃശ്യം 3 മാറിയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയുന്നു. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഇവിടങ്ങളിലെല്ലാം ഗംഭീര കളക്ഷനാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബുക്ക് മൈ ഷോ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന 42,000 വരെ എത്തി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതും റെക്കോർഡാണ്. ഒരു മലയാള സിനിമയ്ക്കും 35,000-ൽ കൂടുതൽ ടിക്കറ്റുകൾ മണിക്കൂറിൽ വിൽക്കാൻ സാധിച്ചിട്ടില്ല. അതായത് സിനിമ റിലീസായതിനു ശേഷം അവിടെയാണ് 42,000 ടിക്കറ്റുകൾ മണിക്കൂറിൽ ദൃശ്യം 3 വിറ്റത്. ഈ 35,000 ടിക്കറ്റ് വിറ്റതും മുൻപ് മോഹൻലാൽ സിനിമ തന്നെയാണ് തുടരും എന്ന സിനിമ. മറ്റൊരു സിനിമയ്ക്കും 30,000 കടക്കാനും സാധിച്ചിട്ടില്ല. വലിയ വിജയമായ ലോക, വാഴ ഈ സിനിമകൾക്കെല്ലാം അതിന്റെ പീക്ക് ടൈമിൽ പോലും 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ മാത്രമാണ് വിൽക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 24 മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയിൽ ബുക്ക് മൈ ഷോയിൽ 24 മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയിൽ ദൃശ്യം 3 നേടിയത് 587.34K ആണ്. അത് വലിയൊരു റെക്കോർഡാണ്. ഒരു മലയാള സിനിമയ്ക്കും 500K കടക്കാൻ സാധിച്ചിട്ടില്ല റിലീസിന് ശേഷമുള്ള ആദ്യ 24 മണിക്കൂറിൽ. ആ റെക്കോർഡ് ഇനി ദൃശ്യം 3യുടെ പേരിലാണ്. വലിയ ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്നത്തെ അഡ്വാൻസ് സെയിലിലൂടെ മാത്രം 22 കോടിയോളം സിനിമ നേടിയിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് രണ്ടാം ദിവസത്തെ അഡ്വാൻസ് സെയിൽ അത് 22 കോടിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇന്നും സിനിമ ഗംഭീര കളക്ഷനായിരിക്കും. എന്തായാലും ലാലേട്ടൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് മുന്നോട്ട് പോകുന്നു. മലയാള സിനിമയ്ക്ക് മോഹൻലാൽ എന്താണ് എന്ന് ഇന്നലെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി കാണും. അതായത് സൗത്ത് ഇന്ത്യയിലെ 2026-ലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ആണ് ദൃശ്യം 3യിലൂടെ മോഹൻലാൽ നേടിയെടുത്തത്. 50 കോടിക്ക് മുകളിൽ ഒരു കൊച്ചു സിനിമ വെച്ച് നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. വളരെ ചെറിയ ബഡ്ജറ്റിൽ വന്ന ഈ സിനിമ ഫസ്റ്റ് ഡേ തന്നെ 50 കോടിക്ക് മുകളിൽ നേടിയെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും സിനിമ ഗംഭീര വിജയമാണ്. സിനിമയുടെ കൃത്യമായിട്ടുള്ള കേരള കളക്ഷൻ അതുപോലെ വേൾഡ് വൈഡ് കളക്ഷൻ ഇതെല്ലാമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.